പച്ച നെല്ലിക്കയും കൊണ്ടുള്ള ഒരു ചമ്മന്തീൻ്റെ വീഡിയോ ആണേ. ചമ്മന്തി എന്നും പറയാം, വേണമെങ്കിൽ പച്ചടി എന്നും പറയാം. എന്തൊക്കെ വേണമെന്നറിയോ? നെല്ലിക്ക വേണം, പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളി വേണം, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി വേണം, ഇത്രയൊന്നും വേണ്ട കേട്ടോ. പിന്നെ തേങ്ങ വേണം, പിന്നെ മുളക് വേണം. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ അരയ്ക്കുന്നത്, തൈര് ചേർത്തിട്ടാണേ. അതാണ് പച്ചടി എന്നും കൂടി പറഞ്ഞത് കേട്ടോ. ആ ഒരു സ്പെഷ്യൽ നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പച്ചടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ വീഡിയോ. ആ നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതൊരു വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ അച്ചാറിടുന്നത്. അതിന് വേണ്ടി നമ്മൾ നെല്ലിക്കയൊക്കെ കുരു മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടേ. പിന്നെ മുളക്, എൻ്റെ ഈ മുളകിന് അത്ര എരിവൊന്നുമില്ല കേട്ടോ, വെള്ള കാന്താരിക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ഉള്ളിയാണ് ഇടണ്ടേ. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് ഇട്ടത്. ശരിക്കും ചെറിയ ഉള്ളി തന്നെയാണ് ഇടേണ്ടത്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ. ആ വലിയ കഷ്ണത്തിൽ നിന്ന് ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി നല്ല പുളിയില്ലാത്ത തൈരില്ലേ, നല്ല തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. നല്ല സ്വാദുള്ള തൈര് വേണേ, അപ്പോഴാണ് ഈ ചമ്മന്തിയും കൂടി സ്വാദാവുക. വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ സാധാരണ ചമ്മന്തികളൊക്കെ അരയ്ക്കുക, അതിന് പകരം ഇതിൽ തൈരാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ഉരുട്ട് ചമ്മന്തി പോലെയും ആക്കാം, ഇനി വെള്ളം കൂട്ടി അതിലൊരു വറവിട്ടിട്ട് അതൊരു കറി പോലെയും ആക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഈ ചമ്മന്തിയൊക്കെ അരച്ച് കഴിയുമ്പോൾ അത് കളറിങ്ങനെ മാറാൻ തുടങ്ങുമേ. ഇരുമ്പ് സത്ത് കൂടുതലല്ലേ ഈ നെല്ലിക്കയ്ക്ക്, അപ്പോൾ ഒരു പിങ്ക് കളറായി വരും കേട്ടോ. പിന്നെ അത് കറുത്ത് കറുത്ത് വരുവേ. ഇങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ട് ചമ്മന്തി ആക്കാം. ഇനി അല്ല, നമുക്ക് വെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണെന്നുണ്ടെങ്കിൽ വേണ്ടത്, അതിലേക്ക് നമ്മൾ ഇനി തൈരല്ല കേട്ടോ, ഇനി വെള്ളമാണ് ഒഴിക്കുന്നത്, തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ. ചമ്മന്തിൻ്റെ കളറ് ഇപ്പം തന്നെ മാറി മാറി വരുന്നുണ്ടേ. ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക വെച്ചിട്ടും ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിൽ തൈര് ചേർക്കാതെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ. ഇന്ന് ഞാൻ ഒരു വറവിട്ടിട്ടുണ്ടേ, കരിവേപ്പിലയും കൂടി ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. ചുമന്ന മുളകില്ലേ, ഉണക്ക ചുമന്ന മുളക്, അതും കരിവേപ്പിലയും കൂടി വറവിലിടായിരുന്നു കേട്ടോ. വേറെ ഒന്നും വേണ്ട. നമ്മളുടെ ഈ പാത്രത്തിൽ നിന്ന് ഒഴിക്കണേ, ഈ ജാറിൽ നിന്ന്, അല്ലെങ്കിൽ അത് വേഗം കളർ മാറി മാറി വരും കേട്ടോ. അപ്പം ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഇപ്പുറത്തേലേക്ക് ആക്കുന്നുണ്ടേ. സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. ചീനച്ചട്ടിക്ക് ചൂടുണ്ടാവുകയെ, നമ്മൾ വറവിട്ട അതേ ചീനച്ചട്ടിയിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. അലൂമിനിയം പാത്രവും അധികം ഉപയോഗിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ രാവിലെ അരച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ ചമ്മന്തി ആകെ നാശമായി ഉണ്ടാവും. ചമ്മന്തിയും നാശാവും, പിന്നെ നമ്മളെ പാത്രവും നാശാവുമേ. അതുകൊണ്ട് സ്റ്റീൽ പാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചമ്മന്തീൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ദോശയ്ക്കും കൂട്ടാം, ചോറിനും കൂട്ടാം, കഞ്ഞിക്കും കൂട്ടാം. പുളി ഉള്ളത് കൊണ്ട് ചപ്പാത്തിക്കൊന്നും കൂട്ടാൻ പറ്റൂല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് ചെയ്യണേ.